2026 UDFിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കോൺഗ്രസ് സാധാരണഗതിയിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ നിന്നും 6ഓളം സീറ്റുകൾ ഘടകകക്ഷികൾക്ക് അധികമായി വിട്ടുകൊടുത്തുകൊണ്ടുള്ള നീക്കത്തിനാണ് തയ്യാറാകുന്നത്. അതിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അനൂപ് ജേക്കബ് പിറവമല്ലാതെ മറ്റൊരു സീറ്റ് കൂടി ചോദിക്കും എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പാർട്ടിയിലേക്ക് പുതിയ മുന്നണിയെ എടുക്കുന്ന കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് എം ഹാസൻ അടക്കമുള്ള നേതാക്കൾ തുറന്നടിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ UDFിന് കേരളത്തിൽ തിരിച്ചു വരാനുള്ള അന്തരീക്ഷമാണ്. എന്നാൽ ഒത്തൊരുമിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ സമ്മേളനം DCC അധ്യക്ഷന്മാരുടെ നടന്നു കഴിഞ്ഞപ്പോൾ അതിലെടുത്തൊരു തീരുമാനമുണ്ട്. 6 ഗ്രൂപ്പുകളിൽ നടത്തി എന്നുള്ള റിപ്പോർട്ട് കിട്ടിയാലും അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള നിർദ്ദേശമാണ് കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷന്മാർക്ക് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ സുധാകരനാണ് കൂടുതൽ ചുമതല എന്നുള്ളത് കൊണ്ട് തന്നെ സംഘടനാ തലത്തിലുള്ള തീരുമാനങ്ങൾ സുധാകരൻ തന്നെയായിരിക്കും അന്തിമമായി എടുക്കുക. അവിടെ പ്രതിപക്ഷ നേതാവിന് പോലും റോൾ കാര്യമായി ഇല്ല എന്നുള്ളത് VD സതീശൻ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് 80 സീറ്റുകളെങ്കിലും മത്സരിക്കാൻ ബാക്കിയിട്ടിട്ടായിരിക്കും ഘടകകക്ഷികൾക്ക് കൂടുതൽ വീതം വെപ്പ് നൽകുന്നത്. ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ്. മത്സരിച്ചതിൽ 60% സ്ഥാനാർത്ഥികളെ ഏത് പ്രതികൂല കാലഘട്ടത്തിലും അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് 2001 കഴിഞ്ഞാൽ പിന്നെ 2011 38 സീറ്റ് മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 50-50 കൂടുതലോ സീറ്റ് കടന്നാൽ മാത്രമേ അധികാരം കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ സഖ്യകക്ഷികൾക്ക് കൂടുതൽ വഴങ്ങിക്കൊടുക്കേണ്ടി വരും, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. ആ ഒരു തീരുമാനം ഉള്ളിടത്തോളം കാലം കോൺഗ്രസ്സിന് കൂടുതൽ മെച്ചമുള്ള വകുപ്പുകൾ കിട്ടാതാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം 50 കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കേണ്ടത് അവരുടെ ധർമ്മമായി അവശേഷിക്കുകയാണ്. നിലവിൽ തലസ്ഥാന നഗരിയിലും തൃശ്ശൂർ ജില്ലയിലും ഒക്കെ കോൺഗ്രസ് വളരെ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യം മാറ്റിമറിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉൾപ്പെടെ ചർച്ച ചെയ്യും. ജനകീയരായ നേതാക്കളെ അടിത്തട്ടിൽ പ്രവർത്തനം സജ്ജമാക്കാൻ വേണ്ടി ജനകീയരായവരെ തിരികെ കൊണ്ടുവരും. എം സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും ഒക്കെ പരിഗണിക്കുന്നത് അതിൻ്റെ പേരിലാണ്. ഓരോ ജില്ലയിലും ഏറ്റവും മികച്ച നേതാക്കളെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചാൽ മാത്രമേ UDFിന് വോട്ട് ഷെയർ വർദ്ധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് സുഖമായി ഭരണം കിട്ടാൻ കഴിയും എന്നുള്ള അമിത ആത്മവിശ്വാസം അവരെ വലിയ നിരാശയിലേക്കാണ് താഴ്ത്തിവിട്ടത്. അതിൻ്റെ പാഠം അതുപോലെ തന്നെ ഉൾക്കൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് പാർട്ടി വിഷയങ്ങളായിരുന്നാലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള പോരാട്ട സംവിധാനമായിരുന്നാലും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്.